ഗ്ലാമറൊന്നും വേണ്ട. എന്തിനാ ഗ്ലാമർ? പാടുള്ള ചെറുപ്പക്കാരാ ഗ്ലാമർ നോക്കല്ലേ. ഗ്ലാമർ ഒരിക്കലും നോക്കരുത്. എടാ തൊലി വെളുത്തതാ ഹൃദയം കറുത്തതാ. പക്ഷേ തൊലി കറുത്തതാ ഹൃദയം വെളുത്തതാ. അതാ ഒരു സഹോദരൻ പറഞ്ഞു, ഉസ്താദേ, ഇന്നിവിടെ ഒരു ഉമ്മ വന്നു എന്നോട് പറഞ്ഞു, ഉസ്താദേ മകളെ കാണാ പലരും വരുന്നുണ്ട്, പക്ഷേ നിറം കറുത്തതിന്റെ പേരിൽ കല്യാണം നടക്കുന്നില്ല. ആ പൊന്നുപെങ്ങൾ ഈ വഅദിന്റെ സദസ്സിലുണ്ട്. ആ പൊന്നുമോളോട് പറയുന്നു, സങ്കടപ്പെടല്ലേ, സങ്കടപ്പെടല്ലേ. കറുപ്പിന്റെ വില നിനക്കറിയാഞ്ഞിട്ടാ, കറുപ്പിന്റെ വില നിനക്കറിയാഞ്ഞിട്ടാ. പടച്ചവനെ, നിറം കറുത്തതിന്റെ പേരില് ഒറ്റപ്പെടുത്തുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ. പാടുള്ള നിറം കറുത്തു പോയ ചെറുപ്പക്കാരോട് പറയുകയാ, എന്തിനാ മോനെ പേടിക്കുന്നത്, എന്തിനാ മോനെ പേടിക്കുന്നത്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരിക്കൽ മസ്ജിദ് നബവിക്കകത്തേക്ക് കടന്നു ചെന്നപ്പോ അതാ ഒരു ചെറുപ്പക്കാരൻ പള്ളിക്കകത്തിരുന്ന് കരയുകയാ. ഒരു പള്ളിക്കകത്ത് സങ്കടത്തോടെ ഇരിക്കുകയാ. നബി തങ്ങൾ ചോദിക്കുന്നു, മോനെ എന്തു പറ്റി മോനെ? നിന്റെ മുഖത്ത് വല്ലാത്ത ദുഃഖം കാണുന്നല്ലോ. ആ ചെറുപ്പക്കാരൻ നബി തങ്ങളോടൊന്നും പറഞ്ഞില്ല. നബി തങ്ങൾ ചോദിക്കുന്നു, എന്തു പറ്റി മോനെ? യാ റസൂലല്ലാഹ്, സ്വർഗത്തിൽ പോകണമെങ്കിൽ ഗ്ലാമർ വേണോ നബിയേ? വെളുത്തവര് മാത്രമേ സ്വർഗത്തിലേക്ക് പോകുവോ? അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ടടം നിറയുകയാ. എന്തേ മോനെ അങ്ങനെ ചോദിച്ചതെന്തേ മോനെ? യാ റസൂലല്ലാഹ്, നിറം കറുത്തതിന്റെ പേരില് ഒരു പെണ്ണും എന്നെ ഇഷ്ടപ്പെടുന്നില്ല നബിയേ. എനിക്ക് പെണ്ണിനെ കെട്ടിച്ചു തരുന്നില്ല നബിയേ. എന്തിനാ കരയുന്നതെന്നറിയോ? നാളെ സ്വർഗത്തിൽ നിന്നും കറുത്തുപോയതിന്റെ പേരിൽ അല്ലാഹു എന്നെ പുറത്താക്കുമോ നബിയേ? കരഞ്ഞുകൊണ്ട് പറയുമ്പോ നബി തങ്ങൾ പറഞ്ഞ മറുപടിയാ, ചെറുപ്പക്കാരാ, ഗ്ലാമറില്ലാത്ത പെണ്ണുകള് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? നാല് കറുത്തവര് സ്വർഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. നാല് കറുത്തവരുണ്ടല്ലോ, നാല് കറുത്തവരുണ്ടല്ലോ, അവര് സ്വർഗത്തിന്റെ നേതാക്കന്മാരാ. ആരാണെന്നറിയോ? ആരാണെന്നറിയോ? മഹാനായ സയ്യിദുനാ ബിലാൽ. കറുത്തവനായിരുന്നടാ ചെറുപ്പക്കാരാ. ബിലാൽ തങ്ങൾ കറുത്തവനായിരുന്നു, ഭീകരയായിരുന്നു, അടിമയായിരുന്നു, മുടി ചുരുണ്ടവനായിരുന്നു. പക്ഷേ ബിലാൽ തങ്ങൾ നബി തങ്ങളുടെ മുമ്പിലൂടെ സ്വർഗത്തിലോടിയടാ ചെറുപ്പക്കാരാ. നബി തങ്ങൾ പറഞ്ഞു, ബിലാൽ സ്വർഗത്തിലാണ്. ആഫ്രിക്കക്കാരനായിരുന്നടാ, ഭീകരയായിരുന്നു, അടിമയായിരുന്നു. ആ ബിലാൽ സ്വർഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ പാട് ഗ്ലാമർ ഇല്ലാത്തതിന്റെ പേര് സങ്കടപ്പെടുന്ന ചെറുപ്പക്കാരാ. സുന്ദരിയായ ഭാര്യ പറയുന്നു, നിങ്ങൾ എനിക്ക് ചേർന്നതല്ല, കാരണം ഞാൻ വെളുത്തത്, നിങ്ങൾ കറുത്തത്. എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ, അല്ലാഹുവിന്റെ ഖുർആനിൽ 114 സൂറത്തുണ്ട്. അതിലെ ഒരു സൂറത്തിന്റെ പേരെന്തെന്നറിയോ? സൂറത്തുൽ ലുഖ്മാൻ. ലുഖ്മാൻ എന്ന് പറയുന്ന ഒരു അധ്യായം കാണാം. ആ ലുഖ്മാൻ എന്ന് പറയുന്ന അധ്യായം എടുത്ത് നോക്ക്. ഒരു വാപ്പ തന്റെ മകന് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശമുണ്ട്. ആ ലുഖ്മാൻ ഹക്കീം തങ്ങളുണ്ടല്ലോ, കറുത്തവനായിരുന്നടാ ചെറുപ്പക്കാരാ. ആ മനുഷ്യൻ കറുത്തവനായിരുന്നു. പടച്ചവനെ, സ്വർഗത്തിന്റെ നേതാവാണ് ലുഖ്മാൻ ഹക്കീം തങ്ങള്. ഗ്ലാമറില്ലാതെ സങ്കടപ്പെടുന്ന പായിപ്പാടുള്ള പെണ്ണ്, വെളുത്ത് ചുമത്ത് നടക്കുന്ന, നല്ല വെളുത്ത് ചുമന്നിരിക്കുന്ന ഭർത്താവ് കുറ്റപ്പെടുത്തും, നിനക്ക് ഗ്ലാമറില്ല, പ്രസവിച്ചപ്പോ നിന്റെ ഗ്ലാമർ പോയി എന്ന് സങ്കടപ്പെടുത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്,
അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, ആ കഅബാലയത്തിന്റെ മുറ്റത്ത് ചെല്ലുമ്പോ പടച്ചവനെ സംസം കിണർ കാണുമല്ലോ. ആ സഫാ മർവ എന്ന് പറയുന്ന മലഞ്ചെരിവില് ചെല്ലുമ്പോ ഹാജറ ബീബി റളിയല്ലാഹു തആല അൻഹ ഇബ്രാഹിം നബിയുടെ പ്രിയപ്പെട്ട ഭാര്യയായ ഇസ്മാഈൽ നബിയുടെ ഉമ്മയായ മഹദിയായ ഹാജറ ബീബി റളിയല്ലാഹു തആല അൻഹ കറുത്തവളായിരുന്നു പെങ്ങള്. ഹാജറ കറുത്തവളായിരുന്നു, ഹാജറ കറുത്തവളായിരുന്നു. പക്ഷേ ഹൃദയം വെളുത്തു പെങ്ങള്, ഹൃദയം വെളുത്തതാ പെങ്ങള്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, പായിപ്പാടുള്ള ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരെന്നറിയോ? അവനയിൽ ഒരു സെന്റുള്ളവനല്ലടോ. പായിപ്പാടുള്ള ഏറ്റവും വലിയ ഭാഗ്യവാൻ അവനൊരു ചെറിയ കുടിലാണുള്ളത്, വാടക വീടാവുള്ളത്. ആ വീടിനകത്ത് അല്ലാഹുവിനെ പേടിയുള്ള മർഅത്തു സ്വാലിഹാ, സ്വാലിഹത്തായ ഒരു ഭാര്യയുണ്ടടോ. പടച്ചവനെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ചിരിക്കുന്ന മുഖത്തോട് എന്തേക്കാ താമസിച്ചതെന്ത് എന്ന് ചിരിക്കുന്ന മുഖത്തോടെ വീടിന്റെ വാതിലിൽ കാത്തു നിന്നിട്ട് അവിടെ വീടിനകത്തേക്ക് വിളിച്ചു കയറ്റി തന്റെ ചുമലിൽ കിടക്കുന്ന ഷാളെടുത്തിട്ട് പള്ളിയിൽ നിന്ന് നിസ്കരിച്ച് വീട്ടിലേക്ക് പോകുന്ന ഭർത്താവിന്റെ നെറ്റിത്തടം ഉയർത്തിരിക്കുകയാ. ആ ഭാര്യന്റെ ചോളിൽ കിടക്കുന്ന ഷാളെടുത്തിട്ട് ഭർത്താവിന്റെ നെറ്റിത്തടത്തിലെ വിയർപ്പം തുടച്ചു കൊടുത്തിട്ട് വായിക്കായിരിക്കുന്ന പറഞ്ഞ് പിടിച്ചിരുത്തിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം തരുന്ന ഭാര്യയുണ്ടല്ലോ. എന്നല്ലാതെ അവള് വേറെ ഒന്നും വിളിക്കാറില്ല. ഭർത്താവിനെ ബഹുമാനിക്കുകയാ, ഭർത്താവിനെ ആദരിക്കുകയാ. ഭർത്താവ് പറയുന്നതിനപ്പുറമില്ല. അവനെ പേടിച്ച് ജീവിക്കുന്ന ഒരു ഭാര്യയുണ്ടല്ലോ. എനിക്ക് മൊബൈല് വേണ്ട, വാട്സപ്പ് വേണ്ട, യൂട്യൂബ് വേണ്ട, TV വേണ്ട, സീരിയല് വേണ്ട. എപ്പോ നോക്കിയാലും അല്ലാഹുവിന്റെ ഖുർആനും ദിക്റുകളുമായി എന്ന ഒരു സ്വാലിഹത്തായ ഭാര്യ ലഭിച്ച വല്ലാത്ത ഭാഗ്യവാനാ ചെറുപ്പക്കാരാ. Hitansh, wait. Hey, wait. Take this. To keep you safe from mosquitoes and dengue. ഞങ്ങളുടെ കല്യാണം നടന്നു പൊന്നുമോനെ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ നിബിതങ്ങളുടെ പൊന്നാര മകളുടെ വിവാഹം കഴിഞ്ഞു. അവിടെ നിന്ന് പുതുമണവാട്ടി ഇറങ്ങി പോവുകയാ. എവിടേക്കാ പോകുന്നതെന്നറിയോ? അരിയാര് ഞങ്ങള് കുടുംബ വീട്ടിലാണ്. ഉമ്മയുണ്ട്, പെങ്ങന്മാരുണ്ട്, എല്ലാവരും താമസിക്കുന്ന ഒരു ചെറിയ വീടാണ്. ആ വീടിന്റെ ഒരു സൈഡില് ഈന്തപ്പന ഓലകൾ കൊണ്ടൊരു ചെറിയ റൂമുണ്ടാക്കുകയാണ്. ഒരു ചെറിയ റൂമുണ്ടാക്കുകയാണ്. ഈ റൂമിനകത്തേക്കാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ആ വീട്ടിലേക്കാണ് കടന്നു പോകുന്നത്. സുബ്ഹാനല്ലാഹ്. ഈന്തപ്പന ഓലകൾ കൊണ്ടുണ്ടാക്കിയ ചെറിയ റൂമിനകത്ത് അരിയാരിതങ്ങളും ഫാത്തിമയെന്ന് പറയുന്ന പുതുമണവാട്ടിയും കടന്നു പോവുകയാണ്. പടച്ചവനെ മണിയറയ്ക്കകത്ത് കയറി വാതിലടയ്ക്കുകയാണ്. വിവാഹ ജീവിതത്തിലേക്ക് തുടങ്ങുകയാണ്. ആദിരാത്രി തുടങ്ങുകയാണ്. ഒരാളിന്റെയും പെണ്ണിന്റെയും ജീവിതത്തിലെ ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളും പൂവടിയും രാത്രിയാ. അരിയാരിതങ്ങൾക്ക് വലിയ സന്തോഷമായി പടച്ചവനെ രണ്ടുപേരും മണിയറയ്ക്കകത്താണ്. മണിയറയുടെ വാതിലടച്ചു. വീടിനകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കിന്റെ തിരിയങ്ങ് താഴ്ത്തുകയാ. അലിയാരിതങ്ങൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. കാരണം ഫാത്തിമയെ ലഭിച്ചല്ലോ, ഇഷ്ടപ്പെട്ട പെണ്ണിനെ കിട്ടിയല്ലോ. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാ ഞാനാണല്ലോ. അലിയാരിതങ്ങൾ ബെഡ്റൂമിന്റെ അകത്ത് നിൽക്കുമ്പോ ഒരു കരച്ചില് കേൾക്കുകയാ. മണിയറയ്ക്കകത്തൊരു കരച്ചില് കേൾക്കുകയാ. തങ്ങൾ ഓടിച്ചെല്ലുന്നു. ആരാ കരയുന്നത്? മഹതിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ മണിയറയ്ക്കകത്തിരുന്ന് കരയുന്നു. പെങ്ങള്
മണിയറക്കകത്തിരുന്ന് കരയുകയാ. അലിയാര് തങ്ങൾ ചോദിക്കുന്നു, എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? ഞാൻ പാവപ്പെട്ടവനായത് കൊണ്ടാണോ എന്നെ ഇഷ്ടപ്പെട്ടില്ലേ ഫാത്തിമ? അലിയാര് തങ്ങളോട് ഫാത്തിമ പറയുന്ന, നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ? എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാലിയേ. പിന്നെ എന്തിനാ കരയുന്നേ? പിന്നെ എന്തിനാ കരയുന്നേ? പാടുള്ള പെങ്ങള് അല്ലാഹുവിന്റെ റസൂല് വളർത്തിയ പൊന്നുമകള് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഈ മണിയറക്കകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്കണച്ചപ്പോ, ഈ മണിയറക്കകത്ത് ഇരുള് വന്നപ്പോ എനിക്ക് ഖബറോർമ്മ വന്നു അലിയേ. എനിക്ക് ഖബറാ ഓർമ്മ വന്നത്. ഈ റൂമിനകത്ത് അലിയേ നീ എന്റെ കൂടെ ഇരിക്കുമ്പോ ഈ വിളക്കണച്ചപ്പ ഇത്ര ഇരുട്ടാണെങ്കില് അല്ലാഹുവേ